ഒന്നും പറയാനില്ല. കാരണം നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തെല്ലാം രീതിയിലാണ് നമുക്ക് വരുന്ന ട്രാപ്പ്. എന്നിട്ട് ആ ട്രാപ്പിൽ നിന്ന് നമുക്ക് തന്നെ നമ്മളെ ഊരിയെടുക്കാൻ പറ്റാതെ നമ്മളിരുന്ന് വിഷമിച്ചിട്ട് പ്രശ്നമാണ്, പ്രോബ്ലമാണ്, എന്തെല്ലാം രീതിയിലാണ് നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം നമുക്ക് സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവും. എപ്പോഴെല്ലാമാണോ ഇവരെല്ലാം നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി പോയതെന്ന് അറിയാനുള്ള യാതൊരു കപ്പാസിറ്റിയും ആർക്കും ഇല്ല. പക്ഷെ പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചതിൻ്റെ പേരിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായി നമ്മൾ ഭയങ്കര സന്തോഷം അവരുടെ പ്രസൻസിൽ, അവരുടെ കൂടെ ചില കാര്യങ്ങൾ, പ്രവൃത്തികൾ, എന്ത് പ്രവൃത്തിയായാലും, പള്ളിയിൽ പോണതായാലും ബാറിൽ പോണതായാലും ഏത് പ്രവൃത്തിയിലായാലും നമുക്ക് സന്തോഷങ്ങൾ കിട്ടുന്നത്. പതുക്കെ പതുക്കെ പിന്നെ ആ സുഹൃത്ത് ബന്ധങ്ങളിൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നത്. പക്ഷെ അതൊന്നും അനലൈസ് ചെയ്യാൻ പറ്റാതെ ഇവനെപ്പറ്റി അവനോടും, അവനെപ്പറ്റി ഇവനോടും, അവളെപ്പറ്റി ഇവളോടും, ഇവളെപ്പറ്റി അവളോടും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഈ വേസ്റ്റിൻ്റെ മുകളിൽ ഈച്ച അല്ലെങ്കിൽ പ്രാണികൾ വരുന്നത് പോലെ നമുക്ക് ഇതിൽ നിന്ന് നമ്മളെ ഊരിയെടുക്കാൻ പറ്റാതെ അവനോട് അവൻ ദേഷ്യം കാണിച്ചാൽ നമ്മൾ അവനോട് സ്നേഹം കാണിച്ച്, അവനെപ്പറ്റി നാലെണ്ണം ഇവനോട് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയണ കച്ചറ പോലും നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തൊഴിവാക്കാൻ പറ്റാതെ എന്തോരം പാടാ മനുഷ്യന്മാർ പെടുന്നത്. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് ഭാര്യയുടെ കൂടെ നിൽക്കാൻ പറ്റണില്ല, അവിഹിത ബന്ധങ്ങളുണ്ടാക്കി അവരുടെ കൂടെ നിൽക്കാൻ പറ്റണില്ല. എന്തിന്? ഇതൊന്നും പരസ്പരം തുറന്നു പറയാൻ പോലും പറ്റണില്ല. ഏറ്റവും അടുത്ത ബന്ധമാണെന്നാണ് പറയണത്, പക്ഷെ ഒരു കാര്യം തുറന്നു പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പിന്നെ ഈ പറയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായത്. പിന്നെ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലും ഇവനോട് പറഞ്ഞത് അവനോട് പറയാൻ പറ്റില്ല. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചത്. അപ്പം ഞാൻ അതിൻ്റെ കോമഡി ആലോചിക്കുക. അതായത് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നത് മുഴുവൻ വയ്യാവേലിയാണ്. കാരണം നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആരെയാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുക? അവർക്ക് പോലും അവരെ നിലനിർത്തുന്ന അവസ്ഥയുമായിട്ട് ബന്ധമില്ല. പിന്നെ അങ്ങനത്തെ ഒരാളെ പോയിട്ടാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതായത് നീന്തം അറിയാത്ത ഒരാളോട് അവൻ ആത്മാർത്ഥ സുഹൃത്താണെന്നും പറഞ്ഞിട്ട് നീന്തം അറിയാത്ത അവൻ നമ്മളെ നീന്തം പഠിപ്പിച്ച് എന്നിട്ട് നമ്മളോട് ചാടിക്കോന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടിയാൽ എങ്ങനെ ഉണ്ടാവും? ഇത്രയുള്ള കാര്യം. അതുകൊണ്ട് പരിശോധിച്ചിട്ട് എന്താണ് നിങ്ങളുടെ സത്യം നിങ്ങളോട് വിളിച്ചു പറയണത് അത് ശ്രദ്ധിക്കുക. അല്ലാതെ എങ്ങനെയാണ് ജീവിക്കുക? ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പം നമ്മൾ നീ അതിനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ തള്ളിക്കളയുക. അവരെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റണില്ല. കാരണം എന്താ? അവരെ എല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് നമ്മളുടെ തീരുമാനം നമുക്ക് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നതിനേക്കാൾ മുന്നേ പ്രവർത്തിക്കുന്നത്. കാരണം നമ്മൾ അത്രയും ഡാറ്റ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. മനസ്സിലായ? അല്ലെങ്കിൽ നമുക്ക് ആര് പറയണമെന്ന് കേൾക്കണേന് എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടു എന്ന് വിചാരിച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴുമോ? അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ? നമുക്ക് ഈ നിഷ്കളങ്കരായ കുട്ടികളുടെ പ്രസൻസിൽ നമ്മൾ ടയേർഡായി പോണു. എന്നിട്ട് നമ്മൾ പോണതോ ഈ പറയുന്ന മദ്യം കുടിക്കുന്ന ആൾക്കാരെടുത്ത്, അല്ലെങ്കിൽ ഇല്ലാത്ത കഥകളുണ്ടെന്ന് വിശ്വസിക്കണ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിറങ്ങിയിട്ട് വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ നാഗവല്ലിനെ കാണണ ഒരു കൂട്ടരെ കൂടെ, അല്ലെങ്കിൽ എന്നേക്കാൾ പ്രശ്നങ്ങളുള്ള, എന്നേക്കാൾ 10 പ്രശ്നം അധികമുള്ള ആൾക്കാരെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 24 മണിക്കൂറും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും കാലിൻ്റെ പെരുവിരൽ തൊട്ടിട്ട് വേദനയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഹൃദയത്തിൽ ഈ വിഷമവും സങ്കടവും മാത്രമാണ് പ്രവർത്തിപ്പിക്കുന്നത്. അല്ലാതെ അവനവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ ജീവിച്ചിരിക്കാനുള്ള കാരണം ഈ പറഞ്ഞ ഒന്നുമല്ല. അത് അവനവനിലാണ്. അതിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാതെ അതുപോലും മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് ശരീരത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അതൊക്കെ എനിക്ക് അറിയാം, അല്ല നീ പറയണതൊക്കെ കറക്റ്റാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇതുമായിട്ടൊരു ബന്ധവുമില്ലാതെ ഇത് ശരിക്കും അലക്കി തേച്ച് അൾമറയിൽ എടുത്ത് വെച്ചിട്ട് ഈ പറയണ കീറി പറഞ്ഞ കുപ്പായങ്ങളിട്ട്, കീറി പറയുന്ന പറഞ്ഞാൽ ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും ഈ ശരീരത്തിനെ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം
കാരണം നമ്മുടെ ഉള്ളിൽ ഈ ആകാശത്തു നിന്ന് വരുന്ന ആ ശുദ്ധമായ വായുവിൻ്റെ അവസ്ഥ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിലത്ത് കാലെഴുതി പോകണം. അതായത് കുപ്പിച്ചില്ലിലൂടെ ഒക്കെ ആൾക്കാർ നടക്കണ കണ്ടില്ലേ, പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീയിലൂടെ ഒക്കെ നടക്കണ കണ്ടില്ലേ. കാരണം എന്താണ്, ഈ പറയുന്ന സ്പേസ് കണക്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്നും ഈ നരകത്തിലൂടെയാണ് നടക്കണമെന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ ആൾക്കാരെന്താണ്, ജീവിതം നരകമായതുകൊണ്ട് തീയിലൂടെ നടക്കണതൊന്നും ഒരു വിഷയം പോലുമല്ല, സ്വന്തം കത്തി കൊണ്ട് മേല് മുറിക്കണതൊന്നും ഒരു വിഷയം പോലുമല്ല, ആൾക്കാരെ കുത്തിക്കൊല്ലണതൊരു വിഷയം പോലുമല്ല. എന്നാൽ ഈ പറയുന്ന ആർക്കെങ്കിലും ജീവിക്കാൻ ഈ പറഞ്ഞ എന്തെങ്കിലും സാഹസങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒന്നും വേണ്ട. റോഡിലൂടെ തെണ്ടി നടന്നാൽ, അതായത് പിച്ചയെടുത്താൽ ഈ പറയുന്ന ഭക്ഷണവും ഈ കിടക്കാനുള്ള റോട്ടിൽ എവിടെയെങ്കിലും കിടന്നാൽ ആരെയും ഉപദ്രവിക്കാതെ സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ? പിച്ച എടുക്കുന്ന ആൾക്ക് പോലും ജീവിക്കാനുള്ള സാഹചര്യം ഈ പ്രപഞ്ചത്തിലുണ്ട്. അങ്ങനെയുള്ള ഈ മനുഷ്യന്മാർ ഇത്രയും കഴിവുകളും സ്വത്തുക്കളും കുടുംബവും ഭാര്യയും മക്കളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായിട്ട് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റണില്ല എന്ന് പറയുന്നത്? ഭയങ്കര സംഭവം തന്നെയല്ലേ ഇത്. ആണിനും പെണ്ണിനെയും പറ്റി മാത്രം, അല്ലെങ്കിൽ ആർക്കും വ്യത്യാസം ഉണ്ടായിട്ടല്ല, എല്ലാ ബന്ധങ്ങളും എടുത്തു നോക്ക്. നിങ്ങൾ ലെസ്ബിയൻ ആണോ, നിങ്ങൾ ഗേ ആണോ, നിങ്ങൾ ആണും പെണ്ണുമാണ്, എന്തെല്ലാം എടുത്തു നോക്ക്. പക്ഷെ നിങ്ങളിൽ എല്ലാവരിലും പ്രവർത്തിക്കണ ഒരുപോലെ ഒന്നായിട്ട് പ്രവർത്തിക്കണ ആ അവസ്ഥയുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങളെ എത്ര എത്ര പീസാക്കിയിട്ടാണ് ഓരോരുത്തരും മാറ്റണത്. മതത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ, ജാതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ, ഗുരുവിന് വേണ്ടിയിട്ട് അങ്ങനെ. എന്നിട്ട് നമ്മളെ വിചാരം എന്താ, ഓ ഞാൻ ഓക്കെയാണ്, മനസ്സിലായോ? കാരണം എൻ്റെ സങ്കല്പത്തിലുള്ള ഞാൻ ഓക്കെയാണ്. കൈയും കാലും കുഴഞ്ഞ് ആൾ താഴെ വീണപ്പോഴും എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ ഹാപ്പിയാണ്, എനിക്ക് സമാധാനം ഉണ്ടെന്നാണ് പറയണത്. ഭയങ്കര സംഭവമല്ലേ? കാരണം ഈ ശരീരത്തിലൊരു വേദന ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തെടുക്കാനുള്ള അവസരം ഉള്ളത് കൊണ്ടല്ലേ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ ആ അവസരം ഡോക്ടറെ അടുത്ത് പോയിട്ടോ എൻജിനീയറുടെ അടുത്ത് പോയിട്ടോ അത് ക്ലിയർ ആക്കി, ഓക്കെ, അത് ക്ലിയർ ആകുമ്പോൾ ഒന്നുകിൽ അത് ഇനി വീണ്ടും കേടുവരുത്താതിരിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള ഭാഗം പരിശോധിക്കാൻ പറ്റണം. നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും സമാധാനത്തിൻ്റെ മതത്തിൻ്റെ വക്താക്കളാണ്. ഈ ലോകത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ട്. സ്ത്രീകളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിൽ ഈ വെച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് 24 മണിക്കൂറും വീട്ടിലിരുന്ന് ഈ ഫോണിൽ കളിച്ച്, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളെ വെറുതെ ഫോൺ ചെയ്ത് ഇപ്പുറത്തുള്ള ആളെ വെറുതെ ഫോൺ ചെയ്ത്, ഇനി പെൺകുട്ടികളാണെങ്കിൽ ഭർത്താവിനോട് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഏതെല്ലാം രീതിയിലാണ് ഓരോ മനുഷ്യർ ജീവിക്കുന്നത്. എന്നിട്ട് ആർക്കെങ്കിലും ഇരിക്കുന്നോട് തിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഈ സൃഷ്ടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നല്ല, അല്ലെങ്കിൽ ഈ ഉണ്ടാക്കിയെടുത്ത സ്വർണത്തിൻ്റെയോ പൈസയുടെയോ ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെയോ മൂല്യത്തിലല്ല. കാരണം ഈ ശരീരം ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ ഒരവസ്ഥയിൽ നിന്നുമല്ല, ഇത് പ്രപഞ്ചം രൂപം കൊണ്ടതാണ്. നമുക്കൊരു ബുദ്ധി ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് ആ ബുദ്ധി വെച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും JCB ഉപയോഗിച്ച് മണ്ണ് മാന്താൻ സാധിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മളാരും നമ്മുടെ ക്രിയേറ്ററല്ല. നമ്മളിലൊരു ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വെച്ച്. പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ പറമ്പിൽ കണ്ടില്ലേ പല വണ്ടികൾ, അത് വലുതാക്കി ഉരുട്ടണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് കരുതി നമ്മളെ ഉരുട്ടാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഈ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഇത്ര കാലമായിട്ട് സാധിച്ചോ? അപ്പോൾ ഇപ്പം നമുക്കിത് കാണാൻ സാധിക്കണ് അല്ലേ? കണ്ട കാഴ്ചയുടെ പുറകെ പോകാതെ ഈ കാണാൻ സാധിക്കുന്ന അവസ്ഥയുമായിട്ട് ചേർന്ന് നിൽക്കാൻ സാധിച്ചാൽ എന്തിനാണ് ഈ പറയണ ചില്ലിൻ്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ തീച്ചൂളയിലൂടെ നടക്കേണ്ട ആവശ്യം? സ്വയം സൃഷ്ടിക്കുന്ന നരകം എന്തിനു വേണ്ടിയിട്ടാണ്? ഭയങ്കര സംഭവമല്ലേ? ഞാനൊന്നും പറയാൻ വേണ്ടി വന്നതല്ല, ഞാൻ വെറുതെ പറഞ്ഞപ്പം പറയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള കഴിവോ അറിവോ അത് ആർക്കും ഇല്ല ഈ ലോകത്ത്. എല്ലാവരിലും ഈ കഴിവുണ്ടെന്നുള്ള തിരിച്ചറിവ് മാത്രമേ ഉള്ളൂ. അതെല്ലാവരിലും ഉള്ളതല്ലേ. അതിന് നിങ്ങൾ ആരെയും കാല് പിടിക്കുക അല്ലെങ്കിൽ ആരുടെയും കൂടെ ഗുരുകുല വിദ്യാഭ്യാസം നേടേണ്ട കാര്യമില്ല. നിങ്ങളുടെ കൂടെ ആരാണോ ഉള്ളത് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം എവിടെയെല്ലാം നിങ്ങളിൽ തീരുമാനങ്ങൾ വരുന്നുണ്ട്,
കാരണം ഹൃദയമിടിപ്പ് നിൽക്കാത്ത അവസ്ഥയിൽ നിങ്ങൾ എവിടെയെല്ലാം നിന്നു പോകുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയില്ല എന്ന് പറയാൻ മടിയുള്ളത് കൊണ്ട് നിങ്ങളെല്ലാം അറിഞ്ഞതായിട്ട് എവിടെ ഭാവിക്കുന്നുണ്ട്. ഇത്രമാത്രം ഒന്ന് പരിശോധിച്ചാൽ പോരെ. കാരണം ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ? അപ്പോൾ ചെറിയ കുട്ടികളെ തൊട്ട് അവരുടെ കാര്യങ്ങൾ തീരുമാനമാക്കി നിങ്ങൾക്ക് അച്ഛൻ അമ്മ എന്ന് പേരിട്ട് എന്നിട്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാ? ഒരു സമാധാനവും ഇല്ല. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗുരുവുണ്ട്, സ്വന്തമായിട്ട് പ്രവാചകന്മാരുണ്ട്, സ്വന്തമായിട്ട് അമ്പലമുണ്ട്, സ്വന്തമായിട്ട് പള്ളിയുണ്ട്, സ്വന്തമായിട്ട് വീടുണ്ട്, സ്വന്തമായിട്ട് റൂമുണ്ട്. ഇനിയും എന്തൊക്കെയാണ് സ്വന്തമായിട്ടുള്ളതെന്ന് യാതൊരു പിടുത്തവുമില്ല. എന്നിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ എന്തിനെല്ലാം പിടിയിലാണ്. എന്നിട്ട് അതിനെയെല്ലാം നിങ്ങൾ പിടിയിലാക്കി വെച്ചത് കൊണ്ടാണ് നിങ്ങൾ പിടിയിലായിട്ട് കിടക്കുന്നത്. അല്ലാതെ നിങ്ങളെ പിടിക്കാൻ ആരും വരുന്നില്ല. നിങ്ങളെ ഈ മരണം പിടിക്കുമെന്നുള്ള ഭയമാണ് നിങ്ങൾ പലതിനെയും പിടിച്ചിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം പലതിനെയും പിടിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം വരുന്നതാണ് മരണം. അവനവനെയാണ് പിടിച്ചിരിക്കണമെങ്കിൽ, കാരണം അവനവൻ ഈ നിമിഷം മരിക്കാൻ തയ്യാറായെങ്കിൽ എല്ലാത്തിനെയും ഒരുപോലെ കാണാൻ, ഒന്നാമനാവുന്നതിന് പകരം ഒന്നായിട്ട് നിൽക്കാൻ സാധിച്ചാൽ ആഹാ, ഇത് ഭയങ്കര സൂപ്പറല്ലേ. അപ്പോൾ ഇതിന് പറ്റണില്ലെങ്കിൽ, ഇതിനെ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊന്നും എടുത്തു നോക്കിക്കേ, കംപ്ലീറ്റ്ലി ട്രാപ്പാണ്. അതായത് നിങ്ങൾ ഇപ്പം ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഇരിക്കാൻ പറ്റണില്ല, എന്നാൽ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റണില്ല. ഇനി ഇതിൽ നിൽക്കാനും പുറത്ത് കടക്കാതെയും ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാനാണ്. ഇനി ഈ നാശത്തിൽ നിന്ന് നിങ്ങൾ കര കയറിയെന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനമാവുന്നത്. മറ്റുള്ളവർ നിങ്ങൾ ഈ പറഞ്ഞ കൂടിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ, ഞാൻ എല്ലാം ശരിയായി, എൻ്റെ കാര്യങ്ങൾ ശരിയായി. അല്ലാതെ നിങ്ങൾ കാണുന്നതിനോ നിങ്ങൾ കേൾക്കുന്നതിനോ നിങ്ങൾക്കിതിന് അല്ലെങ്കിൽ ഇത് സാധിക്കാനുള്ള കഴിവ് എവിടെ നിന്നാണ്? ഈ ഭാഗം തൊടാൻ പറ്റണില്ല. ആൻഡ് യു നെവർ വാണ്ട് ടു ഗീവ് അറ്റൻഷൻ ഫോർ ദാറ്റ്. എന്നിട്ട് എന്താണ് സ്പിരിച്വാലിറ്റി, എന്താണ് ആത്മീയത, എന്താണ് മതം, എന്താണ് ഗുരു പറഞ്ഞത്, നോമ്പ് എന്താണ്, നിസ്കാരം എന്താണ്, ആൻഡ് യു സ്റ്റിൽ ഡൂയിങ്. എന്നിട്ട് എന്താണ്, സഫറിങ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? കച്ചറയെ ഒഴിവാക്കാൻ പറ്റണില്ല. കാരണം വേണ്ടാത്തത് ഒഴിവാക്കിയാൽ മതി. കാരണം വേണ്ടുന്നത് നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇപ്പോഴും ആ താളം തെറ്റിയിട്ടും അവിടെ വീണ്ടും ഒരു താളമുള്ളത്. അപ്പോൾ വേണ്ടാത്തത് മാത്രം ഒഴിവാക്കിയാൽ മതി. വേണ്ടുന്നത് എന്താണെന്ന് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥക്ക് വ്യക്തമായിട്ടറിയാം. അതിന് മാത്രമേ അറിയുള്ളൂ. താങ്ക് യു.